വെൽക്കം ടു സ്റ്റോറി മങ്ക്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ട് CJPയുടെ നേതൃത്വത്തിൽ യുവാക്കൾ ഡൽഹിയിൽ പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തിയതിന് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാനുള്ള ശ്രമം എന്നാണ് BJP വിശേഷിപ്പിക്കുന്നത്. വലിയ അക്രമ സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് CJP എന്ന ആക്ഷേപവും അവരുന്നയിക്കുന്നു. സമരത്തിൻ്റെ കൂടെ ചേർന്ന് SFI, ഐസ പോലെയുള്ള സംഘടനകളാണ് ആക്രമണം നടത്തിയത് എന്ന ആക്ഷേപം BJPയുടെ ചില നേതാക്കൾ ഉന്നയിക്കുന്നു. അതേസമയം ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങളിൽ BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരോ പ്രധാനമന്ത്രി തന്നെയോ മറുപടി നൽകേണ്ടതല്ലേ എന്ന ചോദ്യം ഒരു ഭാഗത്ത് ഉയരുന്നു. മറുഭാഗത്ത് ഈ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ സ്പേസിലേക്ക് CJP എത്തുകയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഞാൻ ഉദ്ദേശിച്ച രണ്ടാമത്തെ പോയിന്റിലേക്ക് ആദ്യം വരാം. ഈ നീറ്റ് പരീക്ഷയെ ചൊല്ലി രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയല്ല. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുന്നു. 2015 നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന ആക്ഷേപം വരുന്നു. കോടതി ഇടപെട്ട് രണ്ടാമത് പരീക്ഷ നടത്താൻ നിർദ്ദേശിക്കുന്നു. വീണ്ടും പല ഘട്ടങ്ങളിൽ പലതരത്തിലുള്ള ക്രമക്കേടുകളെക്കുറിച്ചോ തട്ടിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നു. 2024 പരീക്ഷാ ക്രമക്കേടിനെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നു. ആ പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ ആളുകളുടെ എണ്ണം, അതായത് 720 മാർക്കും നേടിയ 65ലധികം കുട്ടികളുണ്ട് എന്നുള്ള വാർത്ത വരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യം വരുന്നു. ഇങ്ങനെ പല നിലയ്ക്കുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോൾ ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുന്നത്, വീണ്ടും പരീക്ഷ നടത്തേണ്ടി വരുന്നത്. അതായത് കഴിഞ്ഞ 2014 ശേഷം ഈ 12 വർഷത്തിനിടെ പല കുറി ഈ പരീക്ഷയിൽ മാത്രം ക്രമക്കേടുണ്ടായിട്ടും ഇത് തടയാനോ ഇതേക്കുറിച്ച് അന്വേഷിക്കാനോ ഇതിലെന്താണ് സംഭവിച്ചത് എന്ന് രാജ്യത്തോട് പറയാനോ യുവാക്കളോട് പറയാനോ ഇത്തരം അട്ടിമറികൾ ഇല്ലാതിരിക്കാൻ പാകത്തിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കാനോ ഈ സർക്കാരിന് സാധിച്ചില്ല. അത് ചോദ്യം ചെയ്യാൻ രാജ്യത്തെ പ്രതിപക്ഷത്തിന് സാധിക്കാതിരുന്നതിൻ്റെ കൂടെ തുടർച്ചയിലല്ലേ ഈ CJPയുടെ ഈ പ്രൊട്ടസ്റ്റ് ഇത്രയും വലിയ യുവാക്കളുടെ പിന്തുണ ആർജിക്കുന്നത്? യഥാർത്ഥത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു 7 പതിറ്റാണ്ട് കൊണ്ട് സ്വതന്ത്ര ഇന്ത്യ കെട്ടിപ്പടുത്ത അതിൻ്റെ ജനാധിപത്യ സ്ഥാപനങ്ങളെ, അതിൻ്റെ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മുഴുവൻ പതുക്കെ തകർക്കുക എന്നതാണ്. ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇപ്പോൾ കോടതിയാണെങ്കിലും മറ്റ് കമ്മീഷനാണെങ്കിലും മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യമാണെങ്കിലും അങ്ങനെ ഓരോന്നിനെയും തകർക്കുക എന്നതാണ്. അതിനുശേഷം ഈ രാജ്യത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ സംവിധാനങ്ങൾ തന്നെ കുറ്റമറ്റതായി നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും സുവ്യക്തമായ തെളിവാണ് ഈ പരീക്ഷാ നടത്തിപ്പിൽ. രാജീവ് പറഞ്ഞ പോലെ 2015 മുതൽ മോഡി അധികാരത്തിൽ വന്നതിന് തൊട്ട് പിറകെയുള്ള വർഷം മുതൽ തന്നെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പല ഘട്ടങ്ങളിലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഇതിന് പാരലലായി ഈ പറയുന്ന കാര്യത്തിൽ ഇവിടെ ഒരു കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചു, ഈ പരീക്ഷയും സർട്ടിഫിക്കറ്റിനൊന്നും വലിയ വാല്യൂ ഒന്നും ഇല്ല എന്ന് രാജ്യം ഭരിക്കുന്നവർക്കുള്ള ഒരു ബോധ്യം, അത് അക്കാഡമിക് മേഖലയോടും നോളജിനോടുമുള്ള ഒരു വിരോധം കൂടി യഥാർത്ഥത്തിൽ അതിന് പിന്നിലുണ്ട്. അതൊരു അണ്ടർലൈയിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതൊന്നുമല്ല, എല്ലാ കാര്യങ്ങളും വേദകാലം മുതലേ ഉള്ളതാണ് എന്നുള്ള ഒരു പ്രചരണം. ഇതൊന്നുമല്ല, രാജ്യ സർട്ടിഫിക്കറ്റ് കൊണ്ട് രാജ്യം ഭരിക്കാം എന്ന തോന്നൽ വേറെയും ഉള്ളതുകൊണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത്. എനിവേ, ഈ ഒരു ചുരുക്കി പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ സാധാരണഗതിയിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് സംഭവിക്കേണ്ട ഭരണകൂടം അക്കൗണ്ടബിൾ ആവുക എന്ന കാര്യവും ഇവിടെ സംഭവിക്കുന്നില്ല. അതിന് പ്രധാനമായും മീഡിയയെ സ്വന്തം വരുതിയിലാക്കുകയും മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടത് പോലുമില്ല എന്ന് പറയുകയും ഈ കാലയളവിനിടയിൽ 3 ടേം പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരാൾ ഒരിക്കൽ പോലും ഒരു പൊതു വാർത്താ സമ്മേളനത്തെ പോലും അഭിസംബോധന ചെയ്തില്ല എന്ന് പറയുകയും വിദേശത്ത് പോകുമ്പോഴാണ് അദ്ദേഹം ആകെ മാധ്യമങ്ങളോട് വല്ലതും പ്രതികരിക്കേണ്ടി വരും, നിർബന്ധിത സാഹചര്യത്തിൽ വല്ലതും പ്രതികരിക്കേണ്ടി വരുന്നത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിപക്ഷ സ്വരം ഉയർന്നു വരികയാണെങ്കിൽ, ഒരു നാഷൻ വൈഡ് ഒരു പ്രതിപക്ഷ സ്വരം ഉയർന്നു വന്നു എന്ന് പറയാവുന്ന ഒന്ന് കർഷക സമരത്തിൻ്റെ കാര്യത്തിലാണ്, മറ്റൊന്ന് പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് ദേശവ്യാപകമായി ഉയർന്ന സമരത്തിലാണ്. അതിൽ പലതിനെയും ദേശവിരുദ്ധമാണ് എന്ന് മുദ്ര കുത്തുക എന്നത്, ആ ആയുധങ്ങളെല്ലാം തീർന്നിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് യഥാർത്ഥത്തിൽ ഈ CJP സമരത്തെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഒരു തരത്തിലും ദേശവിരുദ്ധമാണെന്ന് മുദ്ര കുത്തി അതല്ലെങ്കിൽ രാഷ്ട്രീയവൽക്കരിച്ച് ഇല്ലാതാക്കാൻ കഴിയുന്നില്ല എന്നതാണ്.
ഇപ്പോൾ രാജീവ് ആമുഖത്തിൽ പറഞ്ഞല്ലോ, സമരത്തിൻ്റെ സൈഡ് ലൈനിൽ അതിനോട് സഹകരിക്കുന്ന, അതിന് പിന്തുണ പ്രഖ്യാപിച്ച് സമരത്തിനിറങ്ങിയ ഐസ, SFI പോലുള്ള സംഘടനകളിലേക്ക് ഇതിൻ്റെ കുറ്റം ചാരാൻ പറ്റുമോ എന്നാണ് ശ്രമിക്കുന്നത്. അതോടൊപ്പം വലിയ തോതിലുള്ള ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നോക്കിയാൽ ഇന്ത്യൻ തലസ്ഥാനത്ത് ഇന്ത്യയിലെ പുതിയ ജനറേഷനെ അടിച്ചൊതുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പക്ഷേ ആ അക്രമത്തിന് പിന്നിൽ ഇവരാണ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിനോട് വലിയ തോതിലുള്ള നിസ്സംഗത പാലിക്കുകയും ഈ പ്രശ്നത്തോട് പ്രതികരിക്കാതിരിക്കുകയും ഇതിന് അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യാതിരിക്കുകയും ഇതിന് ഉത്തരവാദികളായ ആളുകൾ അത് ഓണപ്പ് ചെയ്യാതിരിക്കുകയും എന്നിട്ട് അതിനെതിരെ ഉയരുന്ന സമരത്തോട് നിസ്സംഗത പുലർത്തിയതിന് ശേഷം അതിനെ അടിച്ചമർത്താൻ, അതും പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തും എന്നതിൻ്റെ തലേന്നാൾ ഇതിനെ അടിച്ചമർത്തിയതിൻ്റെ ദൃശ്യങ്ങൾ വെച്ചാണ് പറയുന്നത് ഇവരാണ് വയലൻസ് ഉണ്ടാക്കിയത് എന്ന്. ഈ വയലൻസിലേക്ക് കുട്ടികളെ തള്ളിവിട്ടത് സംഘാടകരാണ് എന്ന ഒരു ധ്വനിയാണ് അതിന് പിന്നിൽ. അങ്ങനെ ഇതിനെ ചിത്രിക്കാൻ പറ്റുമോ എന്ന ചിന്തയാണ് അതിന് പിന്നിൽ. അതുപോലെ ഇതിൽ പൊളിറ്റിസൈസ് ചെയ്യാൻ ശ്രമിക്കുക, ഇത് ഒരു രാഷ്ട്രീയ പ്രേരിതമാണ്, മറ്റ് സംഘടനകൾക്ക് ഇതിൻ്റെ ഉത്തരവാദിത്വം ശ്രമിക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നത് CJP സമരത്തിൻ്റെ ഒരു പ്രത്യേകത അതിനെ എളുപ്പത്തിൽ നുള്ളിക്കളയാൻ കഴിയില്ല എന്ന് തോന്നുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടിയുടെ സമരമാണെങ്കിൽ അവർക്കൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം, ഒരു സമരം തുടങ്ങുക, അതൊരു വിജയിക്കുന്ന ഘട്ടത്തിൽ ഒരു നെഗോഷിയേഷൻ പോയിന്റിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് പിൻവലിച്ച് പിന്മാറുക എന്നതാണ്. ഇത് ഓർഗനൈസ്ഡ് അല്ലാത്തൊരു സമരമാണ്, അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായ നേതൃത്വം ഇല്ലാത്തൊരു സമരമാണ്. ഇതിൽ നിന്ന് ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു നേതൃത്വത്തിനോ പിൻവാങ്ങാൻ കഴിയില്ല. അത് ആയിരിക്കും ഒരു പക്ഷേ സർക്കാരിനെ അലട്ടുന്നത്. പതിവിന് വിരുദ്ധമായി വലിയ തോതിലുള്ള ഭീതി ഈ സമരത്തിന് നേരെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ആ സമരത്തോടുള്ള റെസ്പോൺസിൽ നിന്ന് മനസ്സിലാവുന്നത്. റൈറ്റ്. ഞാൻ ചോദിക്കുന്നത്, ഈ പ്രധാനമന്ത്രി എന്തുകൊണ്ടായിരിക്കും ഇതിനൊരു മറുപടി പറയാത്തത്? കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലയളവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പരീക്ഷകളുടെ കാര്യത്തിൽ ഇത്രയും വലിയ ക്രമക്കേടുകൾ ഉണ്ടാവുകയും തട്ടിപ്പുകൾ നടക്കുകയും ഇതൊക്കെ സംഭവിച്ചതിന് ശേഷവും ഒരു മറുപടിയും അദ്ദേഹം രാജ്യത്തെ ജനങ്ങളോട് പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം എല്ലാ ആഴ്ചയും നടത്തുന്ന മൻ കി ബാത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏതെങ്കിലും ഒരു കോണിൽ നടക്കുന്ന ചെറിയ സംഭവങ്ങളോട് പോലും അദ്ദേഹം സംസാരിക്കുന്ന കാഴ്ച നമ്മൾ കേൾക്കാറുണ്ട്. കാഴ്ചയല്ല, നമ്മൾ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചു എന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന മാധ്യമ സമൂഹം വലിയ വാർത്തകൾ കൊടുക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. ആകെ കേട്ടത് ഇന്നാണ്. അതായത് NDA യോഗത്തിൽ അദ്ദേഹം ഈ നീറ്റ് പരീക്ഷാ ചോർച്ചയെക്കുറിച്ച് സംസാരിച്ചു എന്നും പരീക്ഷാ ചോർച്ചയെ ഗൗരവത്തിലെടുക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ പാകത്തിലുള്ള നടപടികൾ സ്വീകരിക്കും എന്ന വാഗ്ദാനം അദ്ദേഹം നൽകിയെന്നും ഈ പരീക്ഷാ നടത്തിപ്പ് ഈ ചോർച്ചയെ തന്നെ ഗൗരവത്തിലെടുത്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പുനഃപരീക്ഷ നടത്തി ഫലം പ്രസിദ്ധീകരിച്ചത് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടുവെന്നും ഒക്കെ വാർത്തകൾ വരുന്നുണ്ട്. നമ്മൾ അദ്ദേഹം പറഞ്ഞതായി കേൾക്കുന്നില്ല. അദ്ദേഹം കേൾക്കുന്നില്ല. അതെ, അദ്ദേഹം പറഞ്ഞതായി മറ്റാരോ പറയുന്നത് നമ്മൾ അതൊരു രീതിയാണ്. ഒരു സ്റ്റേജഡ് കമ്മ്യൂണിക്കേഷൻ എന്നതാണ് ഈ മോഡി ഭരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാധ്യമ സമ്മേളനങ്ങൾ നടത്തുന്നില്ല, മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്നില്ല. എന്നാൽ അപൂർവം ചിലപ്പോൾ സിലക്റ്റീവായ ചില ആളുകളെ വിളിച്ച് സംസാരിക്കുന്നു. ഇപ്പോൾ ബോളിവുഡിലൊക്കെയുള്ള ചില ആളുകളെ വിളിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ വിദേശത്ത് പോകുമ്പോൾ അവിടെയുള്ള ചില ആളുകളോട് സംസാരിക്കുന്നു. ഈ വിധത്തിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രം പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ അർണബ് ഗോസ്വാമിയുമായി സംസാരിക്കുന്നു. ഈ വിധത്തിൽ മോഡിക്കോ അല്ലെങ്കിൽ BJP സർക്കാരിനോ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് വളരെ കൃത്യമായി അത് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങനെ പറഞ്ഞു എന്ന് വരുത്തുക. അതല്ലാതെ ഒരു മറുചോദ്യം വരാവുന്ന വിധത്തിലുള്ള ഒരു തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത വിധത്തിൽ സ്റ്റേജഡ് ആയ ഒരു കമ്മ്യൂണിക്കേഷനാണ് ഈ ഘട്ടത്തിലും അത് തന്നെയാണ് നടക്കുന്നത്. ഈ സ്റ്റേജ് കമ്മ്യൂണിക്കേഷനിൽ ഇന്നത്തെ വാർത്തയിൽ എനിക്ക് തോന്നിയ കൗതുകം എന്ന് പറഞ്ഞാൽ NDA യോഗം നടന്നോ ഇല്ലയോ എന്ന് പോലും നമുക്ക് കൺഫർമേഷൻ ഇല്ല. ആ NDA യോഗത്തിൽ ഏതൊക്കെ കക്ഷികളുടെ പ്രതിനിധികളാണ് പങ്കെടുത്തത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൺഫർമേഷൻ ഇല്ല. പക്ഷേ ഈ യോഗത്തിൽ പ്രധാനമന്ത്രി ഇതൊക്കെ പറഞ്ഞു എന്നുള്ള മട്ടിലാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഒരു യോഗം നടന്നുവെന്നും അതിൽ പ്രധാനമന്ത്രി ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നും വാർത്തകൾ പുറത്തേക്ക് വരിക. എന്നാൽ ഇതൊക്കെ അദ്ദേഹത്തിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൻ്റെ സമ്മേളനം നടക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന മട്ടിൽ മീഡിയയോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. അത് ടെലിവൈസ്ഡ് ആയിട്ട് ലൈവായിട്ട് സംപ്രേഷണം ചെയ്യപ്പെട്ടു. CJPയുടെ പ്രൊട്ടസ്റ്റ് അവിടെ നടക്കുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികളെ പോലീസ് തല്ലിച്ചതയ്ക്കുമ്പോൾ ആ ദൃശ്യങ്ങൾ പിൻവലിച്ചുകൊണ്ടാണ് രാജ്യത്തെ മാധ്യമങ്ങൾ മുഴുവൻ
രാജ്യത്തെ മാധ്യമങ്ങൾ ഇത് ഈ പ്രൊട്ടസ്റ്റ് കൊടുത്ത മാധ്യമങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് പിൻവലിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഈ മാധ്യമങ്ങൾ കേൾപ്പിക്കുന്നത്. എന്നാൽ ആ പ്രസംഗത്തിൽ ഈ നീറ്റ് പരീക്ഷയെക്കുറിച്ച് ഒരു വാചകം പോലും പ്രധാനമന്ത്രി പറയുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. ഇപ്പുറത്ത് അദ്ദേഹം NDA യോഗത്തിൽ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാഴ്ച നമ്മൾ കേൾക്കും. എന്തുകൊണ്ടായിരിക്കും ഈ പ്രധാനമന്ത്രിക്ക് 20 ലക്ഷം പേരാണ് അല്ലെങ്കിൽ 20 ലക്ഷം കുട്ടികളാണ് രാജ്യത്ത് ആ പരീക്ഷ എഴുതിയത്, നീറ്റ് പരീക്ഷ എഴുതുന്നത് ഓരോ വർഷവും. അത് 2025 മുതൽ 24 മുതൽ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഓരോ വർഷവും കുട്ടികളുടെ എണ്ണം കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങളിൽ ഒന്നായിട്ട് പറയുന്നത് ഈ പരീക്ഷയുടെ വിശ്വാസ്യത കുറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുട്ടികളുടെ എണ്ണം കുറയുന്നത് എന്ന് ചില പഠനങ്ങളിൽ പറയുന്നുണ്ട്. 20 ലക്ഷം കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷ, 20 ലക്ഷം കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ലക്ഷം കുടുംബങ്ങളാണ്. ഈ കുടുംബങ്ങളുടെ മുഴുവൻ ആ കുടുംബങ്ങളോട് മുഴുവൻ മറുപടി പറയേണ്ട ഉത്തരവാദിത്തമുള്ള ആളാണ് പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ കീഴിലുള്ള ഏജൻസിയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഏജൻസിയെ കൊണ്ട് ഇത് കാര്യക്ഷമമായി നടത്തിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ അടുത്ത വർഷം മുതൽ ഇത് പരാതികളില്ലാതെ നടത്തും എന്ന് ജനങ്ങളോട് പറയേണ്ട ബാധ്യതയുള്ള ഒരാൾ ഇതുവരെ മിണ്ടാതിരിക്കുന്നു. അദ്ദേഹത്തെ കൊണ്ട് ഇത് പറയിക്കാൻ രാജ്യത്തെ പ്രതിപക്ഷത്തിന്, വ്യവസ്ഥാപിത പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. അതിൻ്റെ കൂടെ ഒരു പ്രതിഫലനമായിട്ട് വേണ്ടേ നമ്മൾ ഈ CJPയുടെ ഇപ്പോൾ ഉള്ള CJPയുടെ സമരത്തിൻ്റെ വിജയം നമ്മളൊരു ഘട്ടത്തിലും CJP ഓൺലൈൻ വഴി സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വരുമ്പോഴും ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് അതിനുണ്ടാകുമ്പോഴും അന്നുണ്ടായിരുന്നൊരു സംശയം, ഇത് യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിലേക്ക് എത്തുമോ, ഫീൽഡിൽ ഇവരുണ്ടാകുമോ, ഇവർ തെരുവിലിറങ്ങുമോ എന്ന കാര്യമായിരുന്നു. ആ ഘട്ടവും പിന്നിട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഇപ്പോൾ മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ചരിത്രത്തിൽ ഒബ്വിയസ്ലി ഈ പൗരത്വ ബില്ലിന് എതിരായുള്ള സമരത്തിൻ്റെ കാര്യത്തിൽ വലിയ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. കർഷക സമരത്തിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന യുവാക്കൾ, ഒരു നിശ്ചിത ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇങ്ങനെ നേരിട്ട് ആളുകൾ പങ്കെടുക്കുന്ന, പ്രത്യേകിച്ച് ആഹ്വാനമൊന്നുമില്ലാതെ, പ്രത്യേകിച്ച് സംഘാടനമൊന്നുമില്ലാതെ ആളുകൾ പങ്കെടുക്കുന്ന അത്യപൂർവമായൊരു സമരമാണിത്. ഇത് ഉറപ്പായും രാജീവ് ഇവിടെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം ഇന്ത്യയിൽ അതിൻ്റെ ഘടനയും സ്വഭാവവും മാറുകയാണ് എന്നതിൻ്റെ സൂചന കൂടിയായി തന്നെയാണ് കാണേണ്ടത്. അതുകൊണ്ട് ഭരണപക്ഷവും സർക്കാരും മാത്രമല്ല, പ്രതിപക്ഷത്തെ രാഷ്ട്രീയ പാർട്ടികളും ഈ സമരത്തോട് കോഷ്യസായി തന്നെയാണ് പ്രതികരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. രാജ്യത്തെ പ്രതിപക്ഷ പ്രവർത്തനത്തിനൊരു പുതിയ ഘട്ടം, അതിനൊരു പുതിയ മുഖം, പുതിയ സ്വഭാവം വരികയാണ് എന്ന് തോന്നുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഭരണകൂടത്തിന് പഴയ ടാക്ടിക്സ് ഉപയോഗിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തെളിഞ്ഞു വരുന്ന ചിത്രം. ഭരണപക്ഷത്തിന് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അരാജകത്വം, രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കാനുള്ള ശ്രമം, അക്രമം പടർത്താനുള്ള ശ്രമം എന്നൊക്കെ പറഞ്ഞ് ഇത് രാജ്യവിരുദ്ധമാണ് എന്ന് മുൻകാല എല്ലാ സമരങ്ങളോടും ചെയ്യുന്ന അതേ കഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതേ ഭരണപക്ഷത്തിന് ചെയ്യാനുള്ളൂ. പിന്നെ ഇതിന് പരമാവധി കൺസീഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതും. ഇപ്പോൾ കേൾക്കുന്നത് അടുത്ത് തന്നെ ഒരു കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാവും. ആ പുനഃസംഘടനയിൽ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റിക്കൊണ്ട് കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ള ഒരു ആലോചനയാണ് BJPയിൽ നടക്കുന്നത് എന്ന് കേൾക്കുന്നു. ഭരണപക്ഷത്തിന് അതൊക്കെ തന്നെയായിരിക്കും ഭരണപക്ഷത്തിൻ്റെ രീതി. പിന്നെ കാലങ്ങളായി ഈ ഭരണത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തികൾ ചെയ്യുന്നത് പോലെയുള്ള മൗനം തുടരുക എന്നുള്ളതും, ഒരു കാരണവശാലും ഇതേക്കുറിച്ച് പ്രതികരിക്കാതിരിക്കുക. അപ്പോൾ സ്വാഭാവികമായും ഇരുന്നു കഴിഞ്ഞാൽ കൂടുതൽ വിമർശനങ്ങൾ വരുന്നത് കുറേ കഴിയുമ്പോൾ തന്നെത്താനെ കെട്ടുപോകുമല്ലോ. ആ ടാക്ടിക്സ് എടുക്കുകയായിരിക്കും അവർ ചെയ്യുക. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഒരു മെക്കാനിക്കലായതിനകത്ത് കെട്ടിയിടാൻ യഥാർത്ഥത്തിൽ ഭരണകക്ഷിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലിപ്പോൾ ഈ സംവിധാനങ്ങൾ, ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനൊക്കെ ഉപയോഗിച്ച് പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ മുഴുവൻ വ്യക്തിഗതമായി വലിയ തോതിൽ ലോക്ക് ചെയ്തു വച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം കൂടിയാവണം സമരത്തിലേക്ക് ഇറങ്ങുക എന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു വഴിയല്ലാതായി തീർന്നിരിക്കുന്നു. അതിൻ്റെ പാരമ്യത്തിലാണ് യഥാർത്ഥത്തിൽ ആ വിധത്തിലുള്ള പിന്തുണ ഇല്ലാതെ തന്നെ യുവാക്കൾ നേരിട്ട് വരുന്നത്. അതേസമയം രാജ്യത്ത് വലിയ തോതിലുള്ള ഒരു അമർഷം എന്നത് യുവാക്കൾക്കിടയിലും ജനങ്ങൾക്കിടയിൽ പൊതുവായുമുള്ള അമർഷം എന്നത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നത്. അതിനെ കാറ്റലൈസ് ചെയ്യാൻ പ്രതിപക്ഷത്തിന് ഇനിയെങ്കിലും കഴിയുമോ എന്ന കാര്യം നമ്മൾ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ മാത്രം കാണേണ്ട കാര്യമാണ്. ഈ അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഈ വിദ്യാഭ്യാസ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു അന്തരീക്ഷം ഒരു സംശയവുമില്ല അടുത്ത്
തൊട്ടടുത്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത് പ്രതിഫലിക്കാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. എന്തായാലും ഇപ്പോൾ സി ജെ പിയുടെ നേതൃത്വത്തിൽ യുവാക്കൾ, അങ്ങനെ തന്നെ നമ്മൾ പറയണം, സി ജെ പി നടത്തുന്നൊരു സമരം എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം സി ജെ പിയുടെ നേതൃത്വത്തിൽ യുവാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം, അത് ഏത് വിധത്തിലായിരിക്കും മുന്നോട്ട് പോവുക, അതിനോട് ഇപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളിൽ എന്ത് മാറ്റമായിരിക്കും ഉണ്ടാവുക, ഇതൊക്കെ വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ ചലനങ്ങളെ നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനമാകും എന്ന് തന്നെ കരുതണം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.